ഈ നിമിഷം മാത്രമാണ് നമുക്കുള്ളത്. ഇന്നലെ ഇന്നാകില്ല, നാളെ ഇന്നാകില്ല. ഈ നിമിഷം അടുത്ത ശ്വാസം പോലും നമ്മുടെ കയ്യിലല്ല. അപ്പോൾ നമ്മൾ കർമ്മം ശ്രദ്ധിച്ച് ചെയ്യുക, അതോടൊപ്പം നമ്മൾ സന്തോഷമായിരിക്കാൻ ശ്രമിക്കുക. വിഷമമുണ്ടാവും, ഭാവിയെപ്പറ്റി ഓർക്കും വിഷമമുണ്ടാകും. അപ്പോൾ ഭാവി പ്ലാൻ ചെയ്യുക, ആ പ്ലാനിൽ നമ്മൾ ജീവിക്കരുത്. പ്ലാൻ ഭാവിയെപ്പറ്റി ചെയ്യുക. നമ്മൾ പാലം വരയ്ക്കുന്നതിലായിരിക്കും, കെട്ടുമ്പോൾ കെട്ടുന്നതിലായിരിക്കണം പറയും. പ്ലാൻ ചെയ്യുന്നതിനൊന്നുമില്ല, പക്ഷെ അപ്പം പ്ലാനിൽ ജീവിക്കുകയാണ്. ഇപ്പോൾ എപ്പോഴെപ്പോഴും പ്ലാനിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതെങ്ങനെ കെട്ടും, പൈസ ഉണ്ടാവും, അത് ചെയ്യുമോ, അങ്ങനെയാണ് നമ്മൾ. അപ്പോൾ ഈ കഴിഞ്ഞ കാലവും ഈ കാലവും അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിനെ വലിക്കുകയാണ്. കഴിഞ്ഞ കാലം അങ്ങോട്ടും പിന്നെ വരാൻ പോകുന്ന കാലം ഇങ്ങോട്ടും വലിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല. ഒരു ലക്ഷ്യമുണ്ടെങ്കിൽ അതിനെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. പിന്നെ നമുക്ക് ഒരു ലക്ഷ്യമുണ്ടെങ്കിൽ അതിനോടൊക്കെ വൈരാഗ്യം വരും. പട്ട വെച്ച് പോകുന്ന കുതിര പോലാവും. അപ്പോൾ സൈഡിലോട്ട് നമ്മൾ തിരിയില്ല. കാരണം ഇതിൻ്റെ പോകണം, ഇത്ര മണിക്ക് പോകണം, ഇത്ര മണിക്ക് എത്തണമെന്ന് വയ്ക്കുമ്പോൾ നമുക്ക് എന്തെല്ലാം പ്രശ്നമാണ്. നമുക്ക് അത് അതിജീവിച്ച് ഇവിടെ പോകണം. അതുപോലൊരു ലക്ഷ്യം നമുക്ക് ഉണ്ടാകണം. പിന്നെ ഇതിനെ മറികടക്കാനും സാധിക്കും. മക്കൾ ശ്രമിക്കുക. വലിയ തെറ്റ് ചെയ്തവർ പിന്നെ വളരെ തിരിച്ച് നല്ല ചെയ്തിട്ടുണ്ട്. തെറ്റ് പറ്റാത്ത ആരുമില്ല, തെറ്റ് സംഭവിക്കാത്തവരും ആരുമില്ല. പക്ഷെ എന്നും തെറ്റ് ചെയ്തുകൊണ്ട് തന്നെ ജീവിക്കുക എന്ന് വെച്ചാലും ദുഃഖിച്ചുകൊണ്ട് തന്നെ ഇരിക്കുക, തെറ്റ് ചെയ്തുകൊണ്ട് തന്നെ ജീവിക്കുക, ചീത്ത പറഞ്ഞുകൊണ്ട് തന്നെ ജീവിക്കുക, അത് ഒരു പ്രായോഗികമല്ല. നമുക്ക് അതിൽ നിന്ന് മാറാം ശ്രമിച്ചാൽ മനസ്സിനെ. അപ്പം അതിനൊരു ശ്രമം നമ്മൾ കൊണ്ടുവരണം. അപ്പം അതുകൊണ്ട് ചിന്തകൾ വരുമ്പോൾ നമ്മളതിനെ സുഗുണമന നിത്യാസനം ചെയ്യണം. ഇത് ശരിയോ തെറ്റോ, ഇങ്ങനെയല്ല എങ്ങനെ ആയിരിക്കും. അതിന് കുറച്ച് സമയമെടുക്കും. പെട്ടെന്ന് അങ്ങോട്ട് പ്രതികരിക്കാതെ അതിനെ കേൾക്കാൻ ഒരു നല്ല കേൾവിക്കാരനാണ് പറയുന്നത്. മറ്റുള്ളവരുടെ കേൾക്കാൻ ക്ഷമ വരണം. അങ്ങനെ കേട്ട് കഴിയുമ്പോഴാണ് നമുക്ക് തെളിയുന്നത്. മറ്റൊരു പറഞ്ഞ പകുതിയാന്ന് നമ്മൾ ചാടും. കാര്യം മനസ്സിലാക്കുന്നുണ്ട്. അതാണ് നമ്മൾ എപ്പോഴും അബദ്ധങ്ങൾ വരുന്നത്. പല മക്കളും പറയും, ഞാൻ ഇന്നലെ രാത്രിയും എന്നെ പോലെ ആൾ പറഞ്ഞു, അപ്പോഴെടുത്ത് ഫോൺ ചെയ്യണമെന്ന് കുറേ ചീത്ത വിളിക്കാൻ തോന്നി. ഞാൻ ഫോൺ എടുത്ത്, പക്ഷെ കിട്ടുന്നില്ല. കുറേ ചീട്ടും കിട്ടുന്നില്ല. രാവിലെ ആയപ്പോഴാണ് മനസ്സിലായത് അയാൾ പറഞ്ഞല്ല, ഇന്നതാണ് വന്നത്. അയ്യോ, പറഞ്ഞെങ്കിൽ എന്തായിരിക്കും അമ്മേ. കാരണം ഇതുപോലെ നമ്മൾ ആ മനസ്സ് തെളിയുമ്പോഴാണ് ശരി കാണാൻ സാധിക്കുന്നത്. ശാന്തമായ മനസ്സിൽ ആ ഓളമില്ലാതെ തെളിഞ്ഞു കിടക്കുന്ന വെള്ളത്തിൽ സൂര്യൻ്റെ പ്രതിബിംബം കാണാൻ സാധിക്കുന്ന പോലെ. അതാണ് എപ്പോഴും നമ്മൾ കേൾക്കാനുള്ള നല്ല കേൾവിക്കാരനാണ്. കേൾക്കാൻ അടിസ്ഥാന ക്ഷമയാണ്. ഇപ്പോൾ ഒരു ശാന്തമായ സമുദ്രത്തിൽ കപ്പലോടിക്കാൻ ആ കപ്പലിൽ സാധാരണ ജോലിക്കാരനും ആണെങ്കിലും ആ കപ്പൽ ഓടിക്കാൻ സാധിക്കും. എന്നാൽ കാറ്റും കോളും കടൽക്ഷോഭവും ഉണ്ടാകുമ്പോൾ വിദഗ്ധനായ ഒരു കപ്പിത്താന് മാത്രമേ കപ്പലിനെ ലക്ഷ്യസ്ഥാനത്തെത്തിക്കാൻ സാധിക്കുകയുള്ളൂ. ഇപ്പോൾ വേണമെങ്കിലും നമുക്ക് പ്രശ്നങ്ങളുണ്ടാകാം എന്ന ബോധത്തോടെ നമ്മൾ നീങ്ങിയാൽ ജീവിതത്തിലെ പല പ്രശ്നങ്ങളും നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. ഒരു ദിവസം മോന് ഇവിടുന്ന് രാജ്യത്ത് പോകണം. അപ്പം മോനെ എയർപോർട്ടിൽ നേരത്തെ ഇറങ്ങണം, അതല്ല ആൾക്കാരൊക്കെ ഉണ്ട്, ഇന്ന സമയത്ത് ഇറങ്ങിയാൽ മതി എന്ന് പറയും. അപ്പോൾ കുറച്ച് വേറെ രാജ്യത്ത് വേണമെങ്കിൽ 3 മണിക്കൂർ മുമ്പേയൊക്കെ പോകണമെന്നാണ് പറയുന്നത്. പക്ഷേ ഇവർ പറഞ്ഞതല്ല, ഇപ്പം ഇപ്പോഴേ പോകണ്ട, ഇപ്പോൾ താമസിച്ച് പോയാൽ മതിയല്ലോ. കുറച്ച് താമസിച്ചിട്ട് ഇറങ്ങി. പക്ഷേ അവിടെ ഭയങ്കര ട്രാഫിക്കാണ്. അപ്പോൾ ഈ പറഞ്ഞതിനേക്കാളും താമസം അവിടെ എത്താൻ. ട്രാഫിക് കാരണം 1.5 മണിക്കൂർ കൂടുതൽ ട്രാഫിക്ക് പെട്ട് കിടന്നു. അപ്പോൾ എന്താ, ചെന്നെത്തിയപ്പോൾ പ്ലെയിൻ വിട്ട് കഴിഞ്ഞു. പിന്നെ നമുക്ക് ആ ഒരു ബോധം വന്ന് എപ്പോഴും നേരത്തെ ഇറങ്ങും. മക്കളൊക്കെ നേരത്തെ ഇറങ്ങാൻ തുടങ്ങി. ഡൽഹിയിലും അതുപോലെ സംഭവിച്ചു. പ്രോഗ്രാം എത്ര മണിക്കാണ്, പക്ഷേ ഇറങ്ങി 2.5 മണിക്കൂർ കടന്നു ട്രാഫിക്കിട്ട് ഡൽഹിയിൽ. നമ്മൾ ആകെ ഒരു 1/2 മണിക്കൂർ 3/4 മണിക്കൂർ കൊണ്ട് പോകേണ്ട സ്ഥലമാണ്. 2.5 മണിക്കൂർ എടുത്ത്. അപ്പോൾ പ്രോഗ്രാം എത്ര താമസിച്ച് നിൽക്കുക, കുറേ താമസിച്ചു. മലേഷ്യയിൽ ഇതുപോലെ സംഭവിച്ചു. നടന്നു പോയാൽ ഒരു 10 മിനിറ്റ് മതി. അവർ നടത്തിക്കുന്നില്ല, പക്ഷെ ആ വണ്ടിയുടെ കുറേ നെട്ടുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. വണ്ടി മൂവ് ചെയ്യുന്നില്ല. 1.5 മണിക്കൂറായി.
നടന്ന 10 മിനിറ്റേ ഉള്ളൂ, വണ്ടി 1.5 മണിക്കൂർ ഇരിക്കുകയാണ്. പറയും മക്കളെ നമുക്ക് നേരത്തെ ഇറങ്ങി ഹാളിൻ്റെ കുറച്ച് ഇപ്പുറത്ത് മാറി കിടന്നിട്ട് സമയമാകുമ്പോൾ കൊണ്ടുപോകാം. അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ എപ്പോഴും അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു കാഴ്ചപ്പാട് നമുക്ക് വേണം, ഇന്ന സമയത്ത് ഇറങ്ങുള്ളൂ. ഇതൊക്കെ സംഭവിക്കാം, അപ്പം ഇങ്ങനെ സംഭവിക്കാം. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കി ഒരു തയ്യാറെടുപ്പ് വേണം. രണ്ടാമത് നമ്മൾ പോകുമ്പോൾ വണ്ടി വേണേൽ ബ്രേക്ക് ഡൗൺ ആകാം, ആക്സിഡൻറ്റ് സംഭവിക്കാം. ഉണ്ടായാലും അവിടുത്തെ കൃപ എന്ന് മാത്രം വിചാരിക്കുക. ഇങ്ങനെയൊക്കെ ഉണ്ടാകാം. അപ്പം അങ്ങനെ മനസ്സിൽ കണ്ടില്ലെങ്കിൽ പിന്നെ നമുക്ക് അകത്തകർച്ചയായിരിക്കും, വിഷമമായിരിക്കും. ഇതുപോലെ ഓരോ കാര്യത്തിലും നമ്മളൊരു കാഴ്ചപ്പാടുണ്ടാക്കിയെടുക്കണം.